എണ്ണയും പുളിയും ഉപ്പും ഒക്കെ ഗ്ലാസ് കണ്ടെയ്നർ സൂക്ഷിച്ച് വെക്കണമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെ ഒരു കണ്ടെയ്നർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ 7 ഐറ്റം 260 രൂപയ്ക്ക് കണ്ടത്. അങ്ങനെ എന്തായാലും വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ 2 ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു, ഓയിൽ കണ്ടെയ്നേഴ്സ് ആണ് ഇത്. പക്ഷേ 1000 ml ആണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു 1/2 ലിറ്ററേ കൊള്ളത്തുള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഈ ലിഡിന് പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സിലിക്കൻ്റെ ഈ ഒരു ഫണലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്പാച്ചുലയും ഒരു ഓയിൽ ബ്രഷും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ 2 ചെറിയ ഗ്ലാസ് കണ്ടെയ്നേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പെപ്പറും സാൾട്ടും ഒക്കെ വെച്ച് ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഉപ്പി നന്നായിട്ട് തുണി വെച്ചൊന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിനകത്തിൽ എണ്ണ ഒഴിച്ച് നോക്കുകയാണ്. എണ്ണയൊക്കെ ഒഴിച്ച് നോക്കിയപ്പോഴും പറഞ്ഞത് കൂട്ടി തന്നെ 1/2 ലിറ്റർ മാത്രമേ കൊള്ളത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലിഡൊക്കെ ഒന്ന് അടച്ച് നോക്കി, അതൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വരുന്ന ഷോർട്സുകളിൽ അത് അറിയിക്കാവേ. ഇനി അടുത്തൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 16 കണ്ടെയ്നേഴ്സ്. ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ മീഷോ പറ്റിച്ചെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇത് ഓരോന്നിനകത്തും 4 വെച്ചുണ്ടായിരുന്നു. അങ്ങനെ 16 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും ചെറുതിനകത്ത് മാത്രം സ്പൂൺ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റി ബേസ് ഇപ്പോൾ നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും കുറച്ച് പ്രോഡക്ട്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വരാം. അപ്പം അടുത്ത ഷോർട്സിൽ കാണാവേ.